ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലേ നമ്മളെ പുതിയ യൂണിക്കോൺ കൊടുത്ത കാര്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വണ്ടി എടുത്തേക്കാണ്. ഞങ്ങളുടെ പുതിയ ഒരു പഴയ സ്കൂട്ടർ. ഇതാണ് സ്കൂട്ടർ. ഇതിപ്പോൾ എടുത്തിട്ട് രണ്ടാഴ്ചയായി. ഏകദേശം 2 ആഴ്ച ഓവറായി. ഇത് എടുത്തത് ആലുവ ഭാഗത്തുനിന്ന് പോയി എടുത്തത്. 2013 മോഡൽ സ്കൂട്ടറാണ്. റേറ്റ് അല്പം കൂടുതലാണ്. റേറ്റ് അല്പം കൂടുതലെന്ന് പറഞ്ഞാൽ 2013 ആക്ച്വലി ഈ റേറ്റ് ഇല്ല. ഇത് 27,000 രൂപ ഈ വണ്ടി നമ്മൾ പേര് ചേഞ്ച് ചെയ്യുന്നടക്കം 27,500 രൂപ ടോട്ടൽ വണ്ടി എടുത്തപ്പോൾ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ഇപ്പോൾ കിട്ടാനില്ല. കൊറോണയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആൾക്കാർ കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ പുതിയ വണ്ടികളൊക്കെ ഏകദേശം ഒരു 90,000 പ്ലസ് റേറ്റ് വരും പുതിയ സ്കൂട്ടേഴ്സിനൊക്കെ. അപ്പോൾ അത് കാരണം ആ യൂണിക്കോൺ ഓൾറെഡി ഞാൻ കൊടുത്ത് സ്കൂട്ടർ എടുത്തൊക്കെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ഈ സ്കൂട്ടർ കൊണ്ട് കാര്യങ്ങൾ നടക്കും. അത് TVSന്റെ വിഗോ എന്ന് പറഞ്ഞ സ്കൂട്ടറാണ്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതിൽ ഓൾറെഡി ഡിസ്ക് ടൈപ്പാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയായിരുന്നു. ഞാൻ പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങളും ചെയ്തു. ഞാൻ ഒന്നും കൂടി ഇതിൽ റീപെയിൻറ്റ് ചെയ്തു. നമ്മളെ കൂട്ടുകാരൻ്റെ അവിടെ വർക്ക്ഷോപ്പിൽ തന്നെ കൊണ്ടുപോയിട്ട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് റീപെയിൻറ്റ് ചെയ്തു. എക്സ്ട്രാ അടിച്ചകന്ത് റെഡ് ഉള്ളിലും ഈ അടിയിലായിട്ട് റെഡ് കൂടി കൊടുത്തു. മൊത്തം വൈറ്റ് കളർ തന്നെയായിരുന്നു. കുറച്ച് സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. ഓൾറെഡി മൊത്തത്തിൽ ഒന്ന് മിനിക്ക് കുട്ടപ്പനാക്കി എടുത്തു. പിന്നെ ഞാൻ ഉദ്ദേശിച്ച സ്കൂട്ടർ എടുക്കാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ യൂണിക്കോണിൻ്റെ കേസ് പറഞ്ഞില്ലേ, അത് ഉണ്ടായപ്പോൾ തന്നെ വർക്കിന് വേണ്ടി എടുത്താണ്. വർക്കാകെ ഒന്നും കൂടി പ്രശ്നങ്ങളായി, കൂടുതലായി, വർക്കില്ലാണ്ട അവസ്ഥ. അതായത് ഇപ്പോൾ കൊറോണ ബേസ് ചെയ്തിട്ട് തന്നെ, കൊറോണ കാരണം വർക്കിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വന്നു. അപ്പോൾ ഇത്ര 1.25 ലക്ഷം എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് അത് ഒരു പ്രയോജനമില്ലാണ്ട് വീട്ടിൽ പച്ചക്കറി വാങ്ങാനായിട്ട് ഇരിക്കുകയും. അതുമാത്രമല്ല, അതിൻ്റെ ടോട്ടൽ പെർഫോമൻസിൽ ഞാൻ നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പോൾ അത്ര കാര്യങ്ങളായതുകൊണ്ടാണ് അത് കൊടുക്കാനുള്ള കാരണം. അപ്പോൾ ഇത് വലിയ റേറ്റ്, കുഴപ്പമില്ലാത്ത റേറ്റിൽ നല്ലൊരു വണ്ടി എന്ന് കണ്ടപ്പോൾ വേഗം പോയി ഓടിച്ചു നോക്കി അങ്ങനെ കയ്യോടെ തന്നെ അപ്പം തന്നെ സ്പോട്ടിൽ ക്യാഷ് കൊടുത്ത് പേര് മാറ്റാനുള്ള പേപ്പേഴ്സൊക്കെ കൊടുത്ത് എടുത്തു കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മളെ സ്കൂട്ടർ. ഫുൾ വൈറ്റ് ആയിരുന്നു. ഞാൻ ഓൾറെഡി റെഡ് കൊടുത്തതാണ്. റെഡ് കളർ ഇവിടെ കൊടുത്തു റീപെയിൻറ്റ് ചെയ്തിട്ട്. റീപെയിൻറ്റ് ചെയ്യാനായിട്ട് 10,000 രൂപയായി. 3,200 വണ്ടി ഓടിക്കാനായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല വണ്ടിയാണ്. പേടിയുണ്ടായിരുന്നു. സെക്കൻഡ് ഹാൻഡ് 2018 മുമ്പുള്ളതാണെങ്കിൽ ഓൾമോസ്റ്റ് പല സ്ഥലങ്ങളിൽ വെള്ളം കയറിയതായിരുന്നു. ആലുവ ഭാഗത്തായതുകൊണ്ട് വെള്ളം കയറിയിട്ടുണ്ടാവണം. പക്ഷേ ഇന്ത്യൻ സൈഡൊന്നും വേറെ സ്ഥലം കുഴപ്പമൊന്നും കാണുന്നില്ല. വണ്ടി ഓടിച്ചപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആകെ കോൺസെപ്റ്റിൽ പ്രോബ്ലം ഉണ്ട്. പിന്നെ ഓടിച്ചു നോക്കിയിട്ട് എനിക്ക് ആൾ പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായില്ല. ഓഡോമീറ്റർ വർക്കാവുന്നില്ല. പിന്നെ ഫ്യൂൽ ഗേജൊക്കെ പക്ക വർക്കിംഗ് ആണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻജിൻ നോയ്സ് കാര്യം കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ എൻജിനൊക്കെ ഇതുവരെ പക്കയാണ്. ഓടിക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല. ടയറൊക്കെ പുതിയതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു നമ്മളെ സുഹൃത്ത് സബ്സ്ക്രൈബറാണ്. ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ വിളിച്ചത് കാരണം ഒന്നുമില്ല, യൂണിക്കോൺ എടുക്കേണ്ട കാര്യത്തിനാണ് വിളിച്ചിരുന്നത്. യൂണിക്കോൺ എടുത്തോടെ ചേട്ടൻ ഒരു പെയിൻറ്റിങ് വർക്കായിട്ട് നടക്കുന്ന ഒരു സുഹൃത്താണ്. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് കൊറോണയാണ്. പുതിയ വണ്ടി എടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, ഫിനാൻഷ്യലി നോക്കിയിട്ട് എടുക്കാം. പക്ഷെ എന്നോടൊരു കാര്യം ചോദിക്കുന്ന സമയത്ത് നമ്മളൊരു അഭിപ്രായമാണല്ലോ പറയേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊറോണയാണ്, ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം. ഇപ്പോഴത്തെ ബൈക്ക് എടുക്കുമ്പോൾ ഒരു ഏകദേശം 1.25 ലക്ഷം 1.30 ഒക്കെ ബേസ് മോഡൽ ബൈക്കിന് അത്യാവശ്യം 150cc അബവ് ആണെങ്കിൽ ഉള്ളത് വരും. പിന്നെ അത് മാത്രമല്ല, പെട്രോൾ ഇത്ര ഹ്യൂജ് റേറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു വണ്ടി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ആലോചിച്ചിട്ട് എടുക്കൂ. കാരണം ഇനി എന്താണെങ്കിലും 2-3 കൊല്ലത്തിനുള്ളിൽ ഫുള്ള് ഇലക്ട്രിക്കൽ യുഗത്തിലേക്കാണ് ഓൾമോസ്റ്റ് വരാൻ പോണത്. അപ്പോൾ നിങ്ങളുള്ള വണ്ടി അല്ലെങ്കിൽ യൂണിക്കോൺ തന്നെ, പുതിയ യൂണിക്കോണിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2014 അല്ലെങ്കിൽ 2017 ആ ഏജിൽ ഒരു യൂണിക്കോൺ, നല്ല കുഴപ്പമില്ലാത്ത യൂണിക്കോൺ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് ആകുമ്പോൾ റീപെയിൻറ്റിങ്ങും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ തന്നെയും നിങ്ങൾക്ക് അത് മുതലായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു 40,000-40,000 രൂപയ്ക്ക് ഒരു യൂണിക്കോൺ എടുത്ത് അതിൻ്റെ മുകളിൽ 10 രൂപ 15 രൂപ ചിലവാക്കിയാലും കുഴപ്പമില്ല. വേറെ കംപ്ലൈൻറ്റ്സ് കാര്യമായിട്ടില്ല. ഓടിച്ചു നോക്കി എടുക്കണം, എൻജിൻ കണ്ടീഷനൊക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ പിന്നെ സെക്കൻഡ് ഹാൻഡ്സ് വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും കുറേ കാര്യങ്ങൾ നോക്കാനുള്ളതുണ്ട്. അതായത് ടയർ കണ്ടീഷൻ മുതൽ നമ്മളെ എൻജിൻ സൈഡ്, ടയർ കണ്ടീഷൻസ്, പിന്നെ ബൈക്കാണെങ്കിൽ ചെയിൻ സ്പ്രോക്കറ്റ്, അങ്ങനത്തെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ പക്കയായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ചെക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പെയിന്റ് അടിച്ച് എടുത്തു കഴിഞ്ഞാൽ തന്നെ വണ്ടി ഉഷാറായി. നമുക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി ഇരിക്കുമ്പോൾ ഓടിക്കാനുള്ള സുഖം മാത്രമല്ല, കാണുമ്പോൾ ഉള്ള ഒരു ലുക്കും കൂടിയും
കാണുമ്പോൾ നമുക്ക് എന്നോട് വൈഫ് പറഞ്ഞ് സെക്കൻഡ് ഹാൻഡ് എടുക്കണ്ടെന്ന് പറഞ്ഞു. കാരണം വേണമെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് പണി വരും. അത് ശരിയാണ്, വലിയ കുഴപ്പമില്ലാത്ത വണ്ടി നോക്കി നമ്മൾ എടുക്കണം. പിന്നെ കാണുമ്പോൾ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് മൊത്തത്തിൽ സുഖം ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്തായാലും വണ്ടി നീറ്റായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ 13,000 രൂപ പെയിൻറ്റിങ്ങിന് സുഹൃത്തിൻ്റെ കട തന്നെയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് ചെയ്യിച്ചത്. ജസ്റ്റ് മൊത്തത്തിലൊന്ന് പെയിൻ്റ് അടിച്ച് ഒന്ന് ഓക്കെ ഒക്കെ എടുത്തു. ഞാൻ സ്കൂട്ടർ നോക്കുന്ന സമയത്ത് എനിക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ടെലിസ്കോപ്പിക് സസ്പെൻഷൻ, അതായത് ഇതുപോലത്തെ സസ്പെൻഷനുള്ള സ്കൂട്ടർ തന്നെ വേണമെന്നുണ്ടായിരുന്നു. മറ്റൊന്നാകുമ്പോൾ ജർക്കിങ് കൂടും, ഇതിനാകുമ്പോൾ ജർക്കിങ് അല്പം കുറവായിരിക്കും, അല്പമല്ല നന്നായിട്ട് കുറവായിരിക്കും. അപ്പോൾ അത് ഒരു നിർബന്ധമായിരുന്നു ടെലിസ്കോപ്പിക്കിലുള്ളത് തന്നെ. അപ്പോൾ അങ്ങനെയാണ് നോക്കിയിട്ട് എൻ്റെ ഒരു ബഡ്ജറ്റ് നോക്കിയിട്ടാണ് ഓൾറെഡി ഈ സ്കൂട്ടർ എടുത്തത്. അപ്പോൾ ഞാനത് സെക്കൻഡ് എടുത്ത വണ്ടിയെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോ കൂടെ നമുക്ക് വീണ്ടും കാണാം. പറ്റാം.